പ്രഗ്നന്റ് ലേഡീസിന്റെ വയറിന്റെ ഷേപ്പും സൈസും ഒക്കെ നോക്കിയിട്ട് പലരും ഇത് ആൺകുഞ്ഞായിരിക്കാം അല്ലെങ്കിൽ ഇത് പെൺകുഞ്ഞായിരിക്കാം എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഷേപ്പും സൈസും വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കുഞ്ഞിന്റെ ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം വയറിന്റെ ഷേപ്പ് സൈസ് എന്നൊക്കെ ഉള്ളത് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. മെയിനായിട്ടും ബേബിയുടെ ഒരു പൊസിഷൻ, അമ്മയുടെ യൂട്രസിൽ എങ്ങനെയാണ് ബേബി കിടക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ട് വയറിന്റെ ആ ഒരു സൈസും ഷേപ്പും വ്യത്യാസം വരാറുണ്ട്. കൂടാതെ അമ്മയുടെ ഒരു ശരീരപ്രകൃതി, ഉയരം, വയറിന്റെ പേശികളുടെ ഒരു ബലം, ഇതിനൊക്കെ അനുസരിച്ചിട്ട് വയറൊന്നില്ലെങ്കിൽ താഴ്ന്നോ അല്ലെങ്കിൽ പൊങ്ങിയോ ഒക്കെ ഇരിക്കാം. കൂടാതെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ആ ഒരു അളവ് എന്നുള്ളത് മൊത്തത്തിലുള്ള വയറിന്റെ ഒരു സൈസിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഫാക്ടറാണ് പ്രീവിയസ് പ്രഗ്നൻസി എന്നുള്ളത്. അമ്മ ഒന്നിലധികം പ്രഗ്നൻസി കൂടി കടന്നു പോയിട്ടുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് ആ ഒരു വയറിന്റെ ഭാഗത്തുള്ള സാഗിങ്ങിനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ഒരു പ്രഗ്നൻസിയിൽ വയർ മൊത്തത്തിൽ കുറച്ചൊന്ന് തൂങ്ങിയിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വയറിന്റെ ഷേപ്പും സൈസും മാത്രം നോക്കിയിട്ട് ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതിന് കറക്റ്റായിട്ട് നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉത്തമമായിട്ടുള്ള ഒരു മാർഗം.